അടിപൊളി പരിപാടി, ഒരു രക്ഷയില്ല. ജമാൽ ഖാന്റെ പരിപാടി എന്ന് പറഞ്ഞാല് ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇപ്പോൾ നേർച്ചയും ആണ്ടും ഉത്സവവും എന്താ പറയുക പരിപാടികളെല്ലാം നടക്കുന്ന സമയമാണ്. നമ്മളിന്ന് വന്നിട്ടുള്ളത് മാട്ടൂരിലെ ഒരു ഫെസ്റ്റിവലിനാണ് കേട്ടോ. മാട്ടൂർ ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന ബീച്ച് ഫെസ്റ്റിവലിന് വന്നിട്ടുള്ളൂ കേട്ടോ. ഇന്ന് ബീച്ച് ഫെസ്റ്റിവലിൻ്റെ വീഡിയോ ആയിരിക്കും, നമുക്കത് കാണാം. അപ്പോൾ ഗൈസ്, നമ്മളിതാ വണ്ടിയൊക്കെ വെച്ച് നല്ല പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ രണ്ട് സൈഡും നല്ല ഫുഡ് ഐറ്റംസ് ഒക്കെ വെക്കുന്ന ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആദ്യം ഉള്ളതാണോ അല്ലെങ്കിൽ ഈ പരിപാടി അനുബന്ധിച്ച് ചെയ്തതാണോ എന്നറിയില്ല. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എൻട്രൻസൊക്കെ നല്ല വളരെ ഭംഗിയായിട്ട് അവർ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ പെറ്റ് സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. പെറ്റ് സ്റ്റേഷൻ്റെ അവിടെ ഫുള്ളും ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ജനങ്ങളെ കൊണ്ടുള്ള ഏറായിരുന്നു കേട്ടോ. എന്താ പറയുക, അത്രയും നമ്മൾ ഒരുപാട് കാർണിവലും ഫെസ്റ്റിവലിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ കണ്ണൂർ ഇത്രയും ജനസാഗരമുള്ളൊരു പരിപാടി നമ്മൾ ഇതുവരെ പങ്കെടുത്തിട്ട് കേട്ടോ. അത്രയും ജനങ്ങളായിട്ട് നിറഞ്ഞിരിക്കുന്നത് പരിപാടി, ഒരു രക്ഷയില്ല. അങ്ങനെ പെറ്റ് സ്റ്റേഷനിൽ കയറാൻ വേണ്ടി പോകുമ്പോൾ കേട്ടോ, ആ സങ്കടകരമായ കാര്യം അറിഞ്ഞത് പെറ്റ് സ്റ്റേഷൻ പ്രവേശനം രാത്രി 8:30 വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രവേശന ടിക്കറ്റ് 8 മണി വരെ ലാസ്റ്റ് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ പെറ്റ് സ്റ്റേഷനിൽ കയറാൻ പറ്റിയില്ല. അപ്പോൾ പുറത്തുനിന്ന് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് പെറ്റ് സ്റ്റേഷനിൽ ഇങ്ങനെ പുതുക്കി പണിയതിന് ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ഒരു 50 രൂപ ഉണ്ടെങ്കിൽ പെറ്റ് സ്റ്റേഷനും അതേപോലെ തന്നെ ഫൺ സിറ്റിയും ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് കണ്ടിട്ട് വരാം. മാട്ടൂർ ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളും നല്ല സഹകരിച്ച് വളരെ ഭംഗിയായിട്ടാണ് കേട്ടോ ഈ പരിപാടി നടത്തിക്കൊണ്ട് പോകുന്നത്. ഇത്രയും ജനസാഗരമുള്ള പരിപാടിയാണ് ശരിക്കും കണ്ണൂർ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മളെ കാഫിലെ തളിപ്പറമ്പ് ജമാൽ ഖാൻ്റെ പരിപാടി സ്റ്റേജിൽ ഇങ്ങനെ അരങ്ങേറുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോകാമെന്ന്, പക്ഷേ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത്രയും ജനങ്ങളായിരുന്നു, ഉള്ളിൽ കയറാൻ പറ്റിയില്ല. പുറത്തുനിന്ന് നമ്മൾ ജസ്റ്റ് നോക്കിയിട്ട് കാണരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ വീഡിയോ നമുക്ക് കാണാം. ജമാൽ ഖാൻ്റെ പാട്ട് നമുക്ക് കേൾക്കാം. കാഫിലെ തളിപ്പറമ്പിൻ്റെ പരിപാടി തൊട്ടടുത്തുള്ള ടർഫിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റില്ല, നമ്മൾ പുറത്തുനിന്ന് കാണരുത്. അത്രയും ജനങ്ങളായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല, ജനസാഗരം തന്നെ പറയാം. അപ്പോൾ നമ്മളവിടെ കൂടുതൽ സമയം നിന്നില്ല, കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പരിപാടി കാണാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ബീച്ചിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ബീച്ചിൽ ഇതുപോലെ തന്നെ ഫുഡ് ഐറ്റംസും കാര്യങ്ങളും കുട്ടികളെ കളിക്കേണ്ട സ്ഥലങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ അടിപൊളിയായിരുന്നു. എന്തായാലും കണ്ണൂർ ജില്ലയിലെ ഏറ്റവും നല്ല ബീച്ച് കാർണിവൽ തന്നെയാണ് മാട്ടൂരിലെ പരിപാടി എന്ന് നമുക്ക് പറയാം കേട്ടോ. അത്രയും സൂപ്പർ. നമ്മൾ കണ്ണൂർ ഇങ്ങനത്തെ ഒരു പരിപാടി ഇതിന് മുന്നേ നമ്മൾ പോയിട്ടില്ല കേട്ടോ. അത്രയും സൂപ്പറാണ് കേട്ടോ. അത്രയും ജനസാഗരം, അത്രയും ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ ദിവസം. അപ്പോൾ ഇത് പരിപാടി നടക്കുന്നതെന്ന് വെച്ചാൽ 3, 4, 5, 6, 7 തീയതിയിലാണ് കേട്ടോ. അപ്പോൾ ഫെബ്രുവരി 7 തീയതി വരെ ലാസ്റ്റ് ഉള്ളൂ. പിന്നെ ടിക്കറ്റ് 8 മണിക്ക് മുന്നായിട്ട് തന്നെ എത്തിയിട്ട് 50 രൂപേൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മളെ പെറ്റ് സ്റ്റേഷനും അതുപോലെ തന്നെ ഫൺ സിറ്റിയും ഒക്കെ നമുക്ക് മിസ് ചെയ്യും കേട്ടോ. കാരണം അവിടെ ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കയറ്റൂ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, വേഗം തന്നെ പോയി ടിക്കറ്റ് എടുക്കുക. ഇനി ഹെലികോപ്റ്ററിൽ കയറിയതിന് ശേഷം നമ്മൾ നേരെ ഫൺ സിറ്റിയിലേക്കായിരുന്നു കയറിയിരുന്നത് കേട്ടോ. ഫൺ സിറ്റി രക്ഷയില്ല, നല്ല അടിപൊളിയായിരുന്നു, സൂപ്പറാക്കിയിട്ടുണ്ടായിരുന്നു. എൻട്രൻസൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ആ ബാക്ക്ഗ്രൗണ്ട് സീനൊക്കെ അടിപൊളിയായിരുന്നു. ഇവിടെയും അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാനും അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അതുപോലെ തന്നെ നല്ല ഒരു വേറെ തന്നെ വൈബായിരുന്നു. ഇവിടെ കാളനൊക്കെ കെട്ടിയിട്ടുണ്ട്, ഒരു പഴയ നൊസ്റ്റ ഫീൽ ചെയ്തിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ. ആകെ നമുക്ക് ടെൻഷൻ പെറ്റ് സ്റ്റേഷനിലേക്ക് കയറാൻ പറ്റാത്തതാണ്. അപ്പോൾ എല്ലാവരും വേഗം പോയി ടിക്കറ്റ് എടുത്തതിന് ശേഷം 8:30 മണിക്ക് ക്ലോസ് ചെയ്യും. പെറ്റ് സ്റ്റേഷൻ കറക്റ്റ് 8:30 മണിക്ക് ക്ലോസ് ചെയ്യും കേട്ടോ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം മൃഗങ്ങളും അവർക്ക് റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണേ. അപ്പോൾ അതൊരു പ്രധാന ഘടകമാണ്. അതുകൊണ്ട് അവർ 8:30 തന്നെ ക്ലോസ് ചെയ്യും കേട്ടോ. ടിക്കറ്റൊക്കെ ക്ലോസ് ചെയ്യും അവർ. നമ്മളെ സാധനത്തിനൊക്കെ കിട്ടിയില്ല കേട്ടാ. അറിയാത്തവര് വളരെ കുറവായിരിക്കും. ഇതെന്റെ ഏട്ടനാ കേട്ടാ. എങ്ങനെ ഒരു ഏട്ടനായി അങ്ങനെ
പരിപാടി നമുക്ക് ശരിക്കും കാണാൻ പറ്റിയില്ല. അപ്പോൾ ആളെ നമ്മൾ പുറത്തുനിന്നുണ്ട്. മാഷാ അടിപൊളി പരിപാടി, ഒരു രക്ഷയില്ല. ജമാൽ ഖാൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി. ആൾക്കാരിൽ ഇങ്ങനെ രോമം ഇങ്ങനെ പൊന്തിക്കുക. അമ്മതൊരു പരിപാടി ഉള്ള തന്നെ ക്ലാസ് പരിപാടിയായിരുന്നു. സെറ്റായിട്ട് അടിപൊളി പരിപാടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരും ബൈ.